ഹലോ, ഞാൻ അൽത്താഫ്. ഇന്ന് നമ്മളൊരു ബാച്ചിലർ ചിക്കൻ കറി എങ്ങനെ ഒരു 15 മിനിറ്റ് കൊണ്ട് വെക്കാമെന്ന് നോക്കാം. ഇപ്പോൾ സമയം ഇവിടെ 9:45 ആയിട്ടുണ്ട്. നമ്മൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എടുത്ത് വെക്കുക. 2 സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില. ഇതെല്ലാം നമ്മൾ നന്നായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് മതി നമുക്കൊരു ബാച്ചിലർ കറി ഉണ്ടാക്കാൻ. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടിയിരുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ വേണം. ചിക്കൻ കഴുകി വൃത്തിയാക്കി വെക്കുക. പിന്നെ എല്ലാ പരിപാടിയും പെട്ടെന്നായിരിക്കും. ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കൊന്ന് കറി വെക്കണം. അങ്ങനെ കുക്കറിൽ വെച്ചു. കുക്കർ വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് അതിനകത്ത് നമ്മൾ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർന്നത് ഉലുവ. കുറച്ച് ഉലുവ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. ആ ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ സവാള എല്ലാം കൂടെ അരിഞ്ഞതൊന്ന് ചേർക്കുക. സവാള അരിഞ്ഞതിന് ശേഷം സവാള ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ചെറുതായിട്ട്, ഒരുപാട് കളർ മാറി ബ്രൗൺ ആവണമെന്നില്ല, ചെറുതായിട്ട് ഇളക്കിയാൽ മതി. കാരണം നമ്മൾ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. നമ്മൾ പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് 2 പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അതിനകത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആ സവാളയുടെ കളറാണ്, നമ്മൾ ഒരുപാട് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്നും വെക്കുന്നില്ല. നമ്മളതൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാനുള്ളൊരു മൈൻഡിലാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാം കൂടെ വരുമ്പോൾ ഒരു 15 മിനിറ്റ്സ് എടുക്കും നമുക്ക്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി നമ്മൾ മസാല ഇടുകയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഈ 3 മസാലയെ നമ്മൾ ഇടുന്നുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അതിനകത്തൊരു തക്കാളി, നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി അതിനകത്ത് ഇട്ടിട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് അതിൽ ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് ഇത് അടച്ചു വെക്കുകയാണ് നമ്മളിനി ചെയ്യുന്നത്. കുക്കറിൻ്റെ അടപ്പിടാൻ പോവുകയാണ്. ഇപ്പോൾ സമയം 10 മണിയായിട്ടുണ്ട്. ഒരു 3-4 വിസിൽ വന്നു. നമ്മൾ ഇനി കുക്കറൊന്ന് എയറൊക്കെ പോയതിന് ശേഷം ഒന്ന് ഓപ്പണാക്കി നോക്കാം. കറി നോക്കിക്കോ. അയ്യോ, അടിപൊളിയല്ലേ? അതിൻ്റെ എണ്ണ തെളിഞ്ഞ് നിൽക്കുന്നുണ്ടോ? കറി അടിപൊളി ടേസ്റ്റായിരുന്നു. അതിൻ്റെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ബാച്ചിലേഴ്സിനെല്ലാം ട്രൈ ചെയ്ത് നോക്കാം.